ഹലോ ഫ്രണ്ട്സ്, ഈടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാംസങ്ങിൻ്റെ CRT കിറ്റാണ്. ഇതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. പവർ സപ്ലൈ ഓൺ ആവില്ല. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിക്കാം. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് നമ്മുടെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് നമുക്ക് കത്തില്ല. കപ്പാസിറ്റർ ലോഡ് ചെയ്ത് നിൽക്കും. ഇതിപ്പോൾ സെറ്റ് ഓഫ് ചെയ്തു. കപ്പാസിറ്റർ ലോഡായിട്ട് നിൽക്കും. പവർ സപ്ലൈ ഓൺ ആവില്ല. അപ്പോൾ നമുക്കിത് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. നമുക്ക് സെറ്റിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് മെയിൻ ഫിൽറ്ററിൽ നമുക്ക് 309 വോൾട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ STR വരെ എത്തുന്നുണ്ട്. ഈ അടുത്തത് STRൻ്റെ VCC വോൾട്ടേജ് ആണിത്. 8 വോൾട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. 8.8 വോൾട്ട്. ഒരു 15-17 വോൾട്ട് ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ STR വർക്ക് ചെയ്യൂ. ഇവിടെ നമുക്കൊരു ഫിൽട്ടർ കപ്പാസിറ്റർ വരുന്നുണ്ട്. ഒരു 33 MFD 50 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് വന്നാൽ ഇതിങ്ങനെ സംഭവിക്കും. ഇത് കപ്പാസിറ്റർ ലോഡ് ചെയ്ത് നിൽക്കും. ഷോർട്ട് ചെയ്യുന്നു. നമുക്കവിടെ ഒരു കപ്പാസിറ്റർ മുകളിൽ കൂടെ തന്നെ നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം. നമ്മുടെ ഇത് ഓൺ ആവുന്നുണ്ടോന്ന്. ഇത് 47 MFD ഒരു കപ്പാസിറ്ററാണ്. 47 MFD 50 വോൾട്ട്. അതാണ് ഈ കപ്പാസിറ്റർ. സോൾഡർ ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തു. പക്ഷെ നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ പ്രശ്നമല്ല. ഇനി നമുക്ക് STRൻ്റെ പിന്ന്, നമ്മുടെ VCC പിന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഞാൻ STRൻ്റെ VCC പിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോഴും നമുക്ക് 8.24 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ലൈനിൽ, നമ്മുടെ VCC ലൈനിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. ഈ STR നമുക്ക് വരുന്നത് W6757 അപ്പോൾ നമ്മുടെ STRൻ്റെ വർക്കിംഗ് വോൾട്ടേജ് പ്രോപ്പറായിട്ട് ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ STR വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഈ ലൈനുകളിൽ നമുക്ക് സെനർ വരും. സെനറുകളിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയോഡ് വഴിയാണ് നമ്മുടെ ഈ വോൾട്ടേജ് ഇവിടെ വരുന്നത്. 8.3 അത് വന്നിട്ടാണ് ഈ സെനർ നമുക്കിവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെനർ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ സെനർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് പുറത്തോട് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റില്ല. വാല്യൂ അത് കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം.
ഇപ്പോൾ ആ സെനർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി നമ്മുടെ വോൾട്ടേജ് മാറ്റമുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം വോൾട്ടേജ് നമ്മുടെ കൂടി 63 വോൾട്ട് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ സെനർ കംപ്ലൈൻ്റ് ആണ്. ഈ കപ്പാസിറ്റർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുന്നത് ഓവർ വോൾട്ടേജ് ആവും. ഇവിടെ ഈ ഫിൽറ്ററിൻ്റെയൊക്കെ വോൾട്ടേജ് കൂടി ഫിൽറ്റർ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളത് മെഷർ ചെയ്തിട്ട് ഓഫ് ചെയ്യണം. അതുപോലെ STRൻ്റെ പിന്നും ഓപ്പൺ ആയിരിക്കണം. VCC പിന്നും ഓപ്പൺ ചെയ്ത അവസ്ഥയിലായിരിക്കണം. നമുക്ക് ആ സെൻറ്റർ ഒന്ന് ഇളക്കിയെടുത്ത് മാറാം. ഇപ്പോൾ ആ സെൻറ്റർ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് IN 4752, അതാണ് ഈ സെൻറ്ററിൻ്റെ നമ്പർ. നമുക്ക് മീറ്ററിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നം കാണാൻ വഴിയില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയാനില്ല. നമുക്ക് എന്തായാലും വേറൊരു സെനർ മാറ്റിയിടാം. ഇപ്പോൾ ഞാൻ വേറൊരു കിറ്റിൽ നിന്നൊരു 4752 ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മീറ്ററിലൊന്ന് മെഷർ ചെയ്ത് നോക്കാം. മാറ്റങ്ങളൊന്നുമില്ല, സെയിം ആണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം. കയറ്റിയിട്ടു. ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. ആ സെൻറ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 32 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വോൾട്ടേജ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട ഈ സെനർ 31 വോൾട്ട് സെനറാണ്. അപ്പോൾ 32.1 വോൾട്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഓക്കെയാണ്. ഇനി നമുക്ക് STRൻ്റെ VCC പിന്ന് സോൾഡർ ചെയ്യണം. അത് നമുക്ക് സോൾഡർ ചെയ്യാം. ഓക്കെ, STRൻ്റെ പിന്നെ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് നോക്കണം. നമ്മുടെ വോൾട്ടേജ് മെഷർ ഞാൻ TV ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ TV ഓണായി. ഇത് നമ്മുടെ വോൾട്ടേജ് ഇങ്ങനെ വേരി ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മുടെ STR വർക്കിംഗ് ആണെന്നാണ്. ഞാൻ ഓൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ LED സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിത് ട്യൂബിലോട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് ട്യൂബിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.